കോളറ നമ്മുടെ നാട്ടിൽ അപൂർവമായിട്ടെങ്കിലും അവിടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. നമ്മുടെ നാട്ടിലെ മലിനജലം, അതായത് വെള്ളം പലപ്പോഴും കോളറ പോലെയുള്ള അണുജീവികൾ കൊണ്ട് മലിനമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനം നമ്മൾ കുടിവെള്ളം കുടിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. തിളപ്പിച്ചാറിയ വെള്ളത്തിലൂടെ കോളറ തീർച്ചയായിട്ടും വരില്ല. കോളറ വളരെ വേഗത്തിൽ തന്നെ ക്ലോറിൻ അതുപോലെയുള്ള ഡിസിൻഫെക്റ്റന്റിന് വശംവദമാകുന്ന ഡിസീസാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ട്രീറ്റ് ചെയ്ത വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പച്ചവെള്ളം, പ്രത്യേകിച്ചും നാച്ചുറൽ സോഴ്സസ്, അതായത് പുഴകൾ അല്ലെങ്കിൽ കുളങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പച്ചവെള്ളം ഒരു കാരണവശാലും കുടിക്കരുത്. പലപ്പോഴും നമ്മളത് മനഃപൂർവ്വം കുടിക്കില്ല. പക്ഷേ നമുക്ക് എത്തിച്ചു തരുന്ന വെള്ളം, ഹോട്ടലുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വെള്ളം ചിലപ്പോൾ ഇത്തരത്തിലുള്ള സോഴ്സസിൽ നിന്നും മലിനമായിട്ടുള്ള വെള്ളമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മലിനജലം കുടിക്കുന്നതിലൂടെ മാത്രം വരുന്ന രോഗമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കോളറ ബാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളാണ്, ഒരുപക്ഷെ ഈ ഒരു ഫലപ്രദമായ ചികിത്സ തന്നെ വേണ്ടതായുണ്ട്? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ കോളറയിൽ നിന്ന് മുക്തമാകാൻ, ആ ഒരു രോഗത്തിൽ നിന്ന് മുക്തമാകാനായി ശ്രദ്ധിക്കേണ്ടത്? വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്, കുടിവെള്ളത്തിന്റെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ചൊക്കെ ഭക്ഷണത്തിന്റെ ശുചിത്വം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കോളറ വളരെ കൂടുതൽ അണുജീവികൾ, വിബ്രിയോ കോളറ എന്ന് പറഞ്ഞ ബാക്ടീരിയ വളരെ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണ ഒരാൾക്ക് കോളറ ഉണ്ടാവുകയുള്ളൂ. 1-2 ബാക്ടീരിയ അല്ല, കുറച്ച് ബാക്ടീരിയ ഉള്ളിൽ കടന്നാൽ പോലും കോളറ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കുടിക്കുന്ന വെള്ളത്തിന്റെ ശുചിത്വമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. മറ്റ് രോഗങ്ങളുള്ളവരും ശ്രദ്ധിക്കണം. ഈ വർഷം നമുക്ക് വന്നിട്ടുള്ള 2 കോളറ മരണങ്ങളും ഗുരുതരമായിട്ടുള്ള കരൾ രോഗമുള്ളവർക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് രോഗങ്ങളുള്ളവർ, ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എയുടെ, അതായത് മഞ്ഞപ്പിത്ത ബാധയുടെ കാര്യത്തിൽ നമുക്കറിയാവുന്നത്, മറ്റ് കരൾ രോഗങ്ങളുള്ളവർക്ക് ഈ രോഗങ്ങൾ വളരെ മാരകമാകുന്നുണ്ട്. അപ്പൊ മറ്റ് രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് അവരുടെ കുടിവെള്ളത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. പക്ഷെ അതോടൊപ്പം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള കുടിവെള്ളത്തിന്റെ ശുചിത്വം. അതായത് മലിനമാകുന്ന കോളറ എന്ന് വെച്ചാൽ ഒരു ഫീക്കോ ഓറൽ ട്രാൻസ്മിഷനിലൂടെ വരുന്ന രോഗമാണ്. അതായത് രോഗിയുടെ മലത്തിലൂടെ അത് വെള്ളവുമായിട്ട് കലരുന്ന, മറ്റൊരാളുടെ കുടിവെള്ളവുമായിട്ട് ഒരു രോഗിയുടെ രോഗം വന്നിട്ടുള്ള ആളുകളുടെ വിസർജ്യം കലരുന്നത് മൂലമാണ് ഈ രോഗം ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിസർജ്യത്തിന്റെ മാനേജ്മെന്റ്, നമ്മുടെ നാട്ടിലെ ഈ ശൗചാലയങ്ങൾ, അതോടൊപ്പം തന്നെ മലിനമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ്, കുടിവെള്ളം, അതായത് കുളങ്ങൾ, പുഴകൾ തുടങ്ങിയവയുടെ ശുചിത്വം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ രോഗം ഉണ്ടാകുന്നത് പൂർണ്ണമായിട്ടും തടയാനായിട്ട് കഴിയൂ. പക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനായിട്ട് ഉപയോഗിക്കുക. കിണറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്യുക. ഹോട്ടലുകളിൽ നിന്നും കഴിക്കുന്ന ആളുകൾ ഒന്നുകിൽ ശുചീകരിച്ചിട്ടുള്ള വെള്ളം, അതല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം, ഇത് മാത്രമേ കുടിക്കാനായിട്ട് ഉപയോഗിക്കാവൂ. നമുക്ക് വിശ്വാസമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും കുടിവെള്ളം വെറുതെ വാങ്ങി കഴിക്കരുത്. തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വ്യക്തികളും കുടുംബങ്ങളും ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു. ഈ വെള്ളത്തിലൂടെ മാത്രമാണോ ഈ കോളറ പകരുന്നത്? വെള്ളവും ഭക്ഷണത്തിലൂടെയും പകരാം. പക്ഷേ വെള്ളത്തിലൂടെ പകരാനാണ് സാധ്യത. ഒരു 99% വെള്ളത്തിലൂടെ തന്നെയായിരിക്കും പകരുക. കാരണം പൊതുവിൽ ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് കോളറ ബാക്ടീരിയ ഒരുമിച്ച് ഭക്ഷണത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കലർന്നാൽ മാത്രമേ കോളറ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ അളവിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള, നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിലൂടെ അത്രയും അളവിലുള്ള കോളറ ബാക്ടീരിയ ഉള്ളിൽ കിടക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ കുടിവെള്ളം അങ്ങനല്ല. അത് ദ്രാവക രൂപത്തിലുള്ളതായതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ അളവിൽ ഈ ബാക്ടീരിയ ഉള്ളിൽ കടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഭക്ഷണവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും കൃത്യമായിട്ടുള്ള നല്ല വെള്ളമായിരിക്കണം. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ചൂടാക്കിയതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. ഓപ്പൺ എയറിൽ തുറന്നു വെച്ച് ഈച്ചകളും തുടങ്ങിയവയൊക്കെ ഇത്തരത്തിലുള്ള മലിന വസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ വെള്ളമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇപ്പോൾ ഒരാൾക്ക് കോളറ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അത് ഒരു മരണത്തിലേക്ക്, ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? കോളറ മറ്റ് ജലജന്യ രോഗങ്ങളെ അപേക്ഷിച്ചിടത്തോളം മരണസാധ്യത വളരെ കൂടുതലുള്ള രോഗമാണ്. അതിന് കാരണം സാധാരണ ജലജന്യ രോഗങ്ങളിൽ മരണം ഉണ്ടാക്കുന്നത് എത്രത്തോളം വെള്ളം നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്ക് പോയി. അതായത് വെള്ളം, സാധാരണ ഒരു വയറിളക്കം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കുടിക്കുന്ന വെള്ളം അയാളുടെ ശരീരം ആഗിരണം ചെയ്യുകയും അത് പിന്നീട് മലത്തിലൂടെയോ അല്ലെ ഛർദിലൂടെയൊക്കെ വിസർജിച്ച് കളയുകയും ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ അല്ലെ നിർജ്ജലീകരണമാണ്. കോളറയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലം ആഗിരണം ചെയ്യുന്ന പ്രോസസ്സിനെ തന്നെ കോളറ ബാക്ടീരിയ ബാധിക്കും. അതായത് കുടിക്കുന്ന വെള്ളം ശരീരത്തിൽ എടുക്കാതെയും കൂടി ഇരിക്കും. അത് കൂടാതെയാണ് വെള്ളം അമിതമായിട്ട് മലത്തിലൂടെയൊക്കെ വെള്ളം പുറത്തേക്ക് പോകുന്നത്.
അതായത് അകത്തേക്ക് വെള്ളം കയറുന്നുമില്ല, ഉള്ള വെള്ളമാണെങ്കിൽ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കോളറ വളരെ വേഗത്തിൽ അപകടം കാണിക്കും. മറ്റ് ജലജന്യ രോഗങ്ങളെ അപേക്ഷിച്ചിടത്തോളം മറ്റ് വയറിളക്ക രോഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ രോഗി മരണത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോളറ അടിക്കടി നമ്മുടെ നാട്ടിൽ വരുന്നത് തീർച്ചയായിട്ടും അത്ര നല്ല ലക്ഷണമല്ല. കേരളം പോലെ വികസിതമായിട്ടുള്ള ശുചിത്വശീലങ്ങളൊക്കെ പാലിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അടിക്കടി ഉണ്ടാകുന്ന കോളറ ബാധ തീർച്ചയായിട്ടും വളരെ വലിയ പ്രശ്നമാണ്. അത് കുടിവെള്ളത്തിന്റെ ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട്, അത് പൊതുജനങ്ങളും സർക്കാരും എല്ലാവരും ചേർന്ന് ആ കാര്യം ചിന്തിക്കേണ്ടതാണെന്ന് തോന്നുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.